ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ എളുപ്പത്തിൽ നമുക്കൊരു 4 മണി നേരത്തൊക്കെ ചായൻ്റെ കൂടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. മിൽക്ക് മെയ്ഡും തൈരും മുട്ടയും ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗളെടുത്ത് അതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 4 സ്പൂൺ അളവിൽ നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഒരു നുള്ള് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു നുള്ളി ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മിൽക്ക് മെയ്ഡാണ്. ഞാനിവിടെ 1/2 കപ്പോളം മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മിൽക്ക് മെയ്ഡാണ് ഈ ഒരു സ്നാക്കിൻ്റെ ടേസ്റ്റ് കൂട്ടുന്നത്. ഇനി മിൽക്ക് മെയ്ഡ് നിങ്ങൾക്ക് പെട്ടെന്ന് തയ്യാറാക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഇതിന് മുമ്പ് ഒരു മിൽക്ക് മെയ്ഡിൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ വേണമെങ്കിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. മിൽക്ക് മെയ്ഡ് ഞാനിവിടെ 1/2 കപ്പോളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇതങ്ങ് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 കപ്പ് അളവിൽ മൈദയാണ്. അത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. മൈദക്ക് പകരം വേണമെന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടിയും യൂസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു പരുവത്തിലായിരിക്കണം ഇതിൻ്റെ മാവ് ഇരിക്കേണ്ടത് കേട്ടോ. ഇനി ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ചൂടായതിനു ശേഷം നമുക്ക് തീ നല്ലപോലെ കുറച്ച് വെക്കാം. എന്നിട്ട് കൈവച്ച് ഇതുപോലെ ഓരോ ബോൾ പോലെയാക്കി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇടുമ്പോൾ തന്നെ ഇതുപോലെ നല്ല പൊങ്ങിയിട്ട് വന്നോളൂ കേട്ടോ. തിരിച്ചും മറിച്ചിട്ടിട്ട് നമുക്കിത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ചെറിയ തീയിലിടണം കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ പെട്ടെന്ന് വെന്ത് കിട്ടില്ല. അപ്പോൾ അതാ ഇതിന് മുമ്പ് ഞാൻ ഫ്രൈ ചെയ്തെടുത്തതാണ് കേട്ടോ. കണ്ട നല്ല പഞ്ഞി പോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു സ്നാക്കാണ് കേട്ടോ. മിൽക്ക് മെയ്ഡ് ചേർത്തത് കൊണ്ട് ടേസ്റ്റും അത് നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി ടിഷ്യൂ പേപ്പറിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്കൊരു പെട്ടെന്ന് തയ്യാറാക്കണം എന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ മിൽക്ക് മെയ്ഡ് ഇല്ലാന്നുണ്ടെങ്കിൽ വിഷമിക്കൊന്നും വേണ്ട, നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ മിൽക്ക് മെയ്ഡൊക്കെ വീട്ടിലുണ്ടാക്കിയെടുക്കാം. ഇതിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നുണ്ട്. വീണ്ടും ഇതുപോലത്തെ ഈസി റെസിപ്പികളൊക്കെ ആയിട്ട് അടുത്തൊരു ദിവസം തന്നെ കാണാം. താങ്ക്